നാം ഏറെ പുരോഗമിച്ചെന്ന് അഭിമാനിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി ഭർതൃ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാനാവാതെ സ്വന്തം ജീവൻ ഇല്ലാതാക്കി എന്ന വാർത്ത നമ്മെ ഞെട്ടിക്കുന്നതാണ്. കാസർഗോഡ് സ്വദേശിനിയായ ഫാത്തിമത്ത് സുഫൈദ എന്ന 24 വയസ്സുകാരിയുടെ വിയോഗം വെറുമൊരു മരണമല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുടെ നേർക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ്. വെറും 2 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ ഉമ്മക്ക് മരണത്തിലേക്ക് നടന്നു നീങ്ങേണ്ടി വന്നെങ്കിൽ അവൾ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങളുടെ ആഴം എത്രത്തോളമായിരിക്കാം. സ്വർണവും പണവും ചോദിച്ച് നിരന്തരമായി ആ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടുകാർ പീഡിപ്പിച്ചിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോടെയാണ് അവൾ വിട പറഞ്ഞത്. സ്വന്തം വീട്ടുകാർ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട എന്ന ഭർത്താവിന്റെ ക്രൂരമായ വാക്കുകളാണ് അവളെ ആ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട് ഒരു നരകമായി മാറുന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അത് സഹിച്ച് ശ്രമിച്ചും അവിടെ തന്നെ കഴിയണമെന്ന് ഉപദേശിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നത്? സമൂഹമേ, നാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പെൺമക്കളെ ഒരു ഭാരമായി കാണുന്ന ചിന്താഗതി ആദ്യം മാറണം. വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള പവിത്രമായ ബന്ധമാണ്, അല്ലാതെ പണവും സ്വർണവും അളക്കുവാനുള്ള വിപണിയല്ല. ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കളോട് സഹിക്കാൻ പറയാതെ അവൾക്ക് താങ്ങായി നിൽക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. വിവാഹമോചിതയായ മകൾ എന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ജീവിച്ചിരിക്കുന്ന മകൾ എന്നത്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയെക്കുറിച്ച് പെൺകുട്ടികൾക്ക് കൃത്യമായ അവബോധം നൽകണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ സഹായം തേടാൻ അവരെ പ്രാപ്തരാക്കണം. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ പ്രതികരിക്കാൻ മടിക്കരുത്. അത് അവരുടെ കുടുംബ കാര്യമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവന്റെ പ്രശ്നമാണ്. ഫാത്തിമത്ത് സുഫൈദയുടെ മരണം നമ്മുടെ കണ്ണു തുറപ്പിക്കണം. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി വരാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അവരെ തുല്യരായി കാണുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ ഭർത്തൃ വീട്ടുകാർ ഈ യുവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ യുവതിയുടെ വീട്ടുകാർ ഇന്നലെ ഈ യുവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവരുടെ ഭർത്തൃ വീട്ടിൽ എത്തിയിരുന്നു. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ സുഫൈദയും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നീട് നീ ഇങ്ങോട്ട് തിരിച്ചു വേണ്ട എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ചില സംസാരങ്ങൾ ഉണ്ടായി. ഉടനെ തന്നെ യുവതി പെട്ടെന്ന് പോയി വീട്ടിൽ നിന്ന് ആസിലെടുത്ത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കുടിക്കുകയായിരുന്നു എന്നാണ് ഈ ബന്ധുവീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഭർത്താവ് ആദിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുഫൈദയുടെ സ്വർണമൊക്കെ ആവശ്യപ്പെട്ട് നിരന്തരം പീഡനം ഉണ്ടായിരുന്നു എന്ന് ഈ യുവതിയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. യുവതിയുടെ ശരീരത്തിൽ മറ്റും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നും വീട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നു.